5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണാൻ പോകുന്നു. സ്വകാര്യത ഉറപ്പുവരുത്തി ഒരാഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ചൂണ്ടിക്കാണിച്ച് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി കോടതി തള്ളുകയായിരുന്നു. വിധിയെ സ്വാഗതം ചെയ്ത് വനിതാ ചലച്ചിത്ര പ്രവർത്തകർ രംഗത്തെത്തി. ലൈംഗിക പീഡനം, തൊഴിൽ വിവേചനം, ലിംഗവ്യത്യാസം തുടങ്ങിയ വിഷയങ്ങളാണ് ഹേമ കമ്മീഷന് മുൻപിൽ പരാതികളായി ഉയർന്നത്. 322 പേജുള്ള റിപ്പോർട്ടിൽ 82 പേജുകളും 115 ഖണ്ഡികളും ഒഴിവാക്കുമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വ്യക്തിപരമായ പരാമർശങ്ങളും പരാതികളും ഒഴിവാക്കിയാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുക. സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന ഭാഗങ്ങൾ ഉണ്ടാകില്ലെന്ന് സർക്കാരും വിവരാവകാശ കമ്മീഷനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോടതി നിലപാടിനെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ സ്വാഗതം ചെയ്തു. ഹേമ കമ്മിറ്റി ഇക്കാര്യത്തിൽ പൊതു താല്പര്യം ഇല്ലാന്നായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ വാദം. പൊതു താല്പര്യം ഇല്ലാതെ ഒരു കമ്മിറ്റി വെക്കുകയും ഇത്രയും പ്രശ്നങ്ങൾ വരികയും ഒന്നുമില്ലല്ലോ. ഇത് പൊതു താല്പര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പുറത്തുവിടാൻ, എന്നിട്ട് ഇനി മേൽക്കോടതിയിലൊക്കെ പുള്ളി പോവുമായിരിക്കും. പുള്ളിക്ക് നല്ല ആദ്യമുണ്ട്. ഇങ്ങനെ പലർക്കും ഭയങ്കര എവിടേക്കോ ഇരുന്ന് പലരും പോകുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടാണ്. ഇത് ഗവൺമെന്റ് തന്നെ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ടാണ്. ഗവൺമെന്റ് അത് തന്നെ പുറത്തിറക്കാനുള്ള ഒരിതും അവർ തന്നെ അത് പറഞ്ഞു. കോടതിയും അത് അപ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ഇനി അത് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. റിപ്പോർട്ട് പുറത്തുവിടാൻ നിരന്തരം പോരാട്ടം നടത്തിയ WCCക്ക് വനിതാ കമ്മീഷന്റെ അഭിനന്ദനം. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്. സാംസ്കാരിക പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്. കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത്. 2019 റിപ്പോർട്ട് നൽകിയെങ്കിലും പുറത്തുവിടേണ്ടെന്ന നിലപാടിലായിരുന്നു സർക്കാർ. ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന RTI കമ്മീഷണറുടെ ഉത്തരവാണ് നിർണായകമായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള ചലച്ചിത്ര മേഖലയിലെ പുതിയ നിയമനിർമ്മാണങ്ങൾക്ക് മാർഗരേഖയാകുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെയുള്ള പരിഹാരങ്ങളും അതിലുണ്ടാകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.